ബഹ്റിന് നേരെ ഇറാൻ നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയായി റിപ്പോർട്ട്. രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണിതെന്ന് ചൂണ്ടിക്കാട്ടി ബഹ്റിൻ വിദേശകാര്യ മന്ത്രാലയം ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. ഹോർമുസിൽ ചരക്ക് കപ്പൽ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. ഇതിന്റെ മറുപടിയാണ് ഈ ആക്രമണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബഹ്റിനിൽ സൈറനുകൾ മുഴങ്ങി, ജനങ്ങൾ പരിഭ്രാന്തരായി. പക്ഷേ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, നേരത്തെയും സമാനമായി തന്നെ അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മറുപടി ഗൾഫിലായിരുന്നു. അതുതന്നെ ആവർത്തിക്കുകയാണോ ഇറാൻ? രഞ്ജിത്ത്, വലിയ ആശങ്ക ഉണ്ടാക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പശ്ചിമേഷ്യയിൽ കടുത്ത സംഘർഷം നടക്കുന്നു. ബഹ്റൈന് നേർക്കാണ് ഇപ്പോൾ ഇറാന്റെ ആക്രമണം ഉണ്ടായത്. ഇതിന് അടിസ്ഥാനമായത് സമാധാന കരാർ വന്നു. അതിനുശേഷം ഹോർമൂസിൽ തന്നെ ഒമാന്റെ നേതൃത്വത്തിൽ മറ്റൊരു പാത, അതായത് ഇറാന് വലിയ ശക്തിയില്ലാത്ത തരത്തിൽ, അവർക്ക് വലിയ ആധിപത്യമില്ലാത്ത തരത്തിൽ സമാന്തരമായി ഒരു പുതിയ കപ്പൽ പാത തുറന്നു. ഇതിൽ പ്രകോപിതരായ ഇറാൻ സിംഗപ്പൂർ പതാകയുള്ള കപ്പലിനെ ആദ്യം ആക്രമിക്കുന്നു. അത് കഴിഞ്ഞ ദിവസമാണ് ആ ആക്രമണം നടന്നത്. തുടർന്ന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വലിയ തിരിച്ചടി ഇറാന് നേരെ ഉണ്ടാകുന്നു. അവരുടെ വ്യോമാക്രമണം ഉണ്ടായത്, ബോംബ് വർഷിക്കുന്ന നിലയുണ്ടായി. ഇറാൻ്റെ പല ഭാഗങ്ങളിൽ അമേരിക്കൻ സൈനികർ ബോംബ് വർഷിച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബഹ്റൈന് നേരെ അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ പ്ലറ്റൂൺ, അവർക്ക് ആ കേന്ദ്രം നൽകിയിട്ടുള്ളത് ബഹ്റൈനാണ്. അവർ കേന്ദ്രീകരിക്കുന്നത് അവിടെയാണ് അമേരിക്കൻ സേനയുടെ ഈ പടയുടെ ആസ്ഥാനം. അവിടം കേന്ദ്രീകരിച്ചുള്ള ബഹ്റൈൻ കേന്ദ്രീകരിച്ച് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു. മാത്രമല്ല, ഇറാൻ ഇപ്പോൾ ഒരു എണ്ണക്കപ്പൽ കൂടി ആക്രമിച്ചിരിക്കുകയാണ്. ഇതിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് അമേരിക്ക ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ വീണ്ടും പശ്ചിമേഷ്യ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന നിലയാണ്. ഇന്നലെ ഈ എണ്ണക്കപ്പൽ ആക്രമിച്ചതോടുകൂടി തന്നെ ഇറാൻ കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഹോർമൂസിൽ തങ്ങൾക്ക് പരമാധികാരം വേണമെന്ന ഇറാൻ്റെ ആവശ്യം. എന്നാൽ മറ്റൊരു പാത, അത് ഇറാൻ്റെ തീരം വിട്ട് ഹോർമൂസിൽ തന്നെ, നമുക്കറിയാം വളരെ ഇടുങ്ങിയ ഒരു കടലിടുക്കാണ്, അതിൽ തന്നെ ഇറാൻ്റെ തീരത്തേക്ക് പോകാതെ ഒമാന് കൂടുതൽ സ്വാധീനമുള്ള മേഖലയിലൂടെ ഒരു പുതിയ കപ്പൽ പാത, കപ്പലുകൾ കടന്നു പോകുന്നതിന് ഇൻ്റർനാഷണൽ മറൈൻ ഓർഗനൈസേഷൻ്റെ ഒക്കെ തന്നെ സംവിധാനത്തോടു കൂടി തന്നെ ഒരു പുതിയ പാത, അവിടെ നാവികരെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം കൊണ്ടുവരുമ്പോൾ അതിൽ അസഹിഷ്ണുത പൂണ്ട് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. ഒരു പരിധിവരെ ഇറാന് വേണ്ടി പല ലോകരാജ്യങ്ങളും നേരത്തെ അമേരിക്ക നടത്തുന്നത് അധിനിവേശമാണ്, അല്ലെങ്കിൽ അവരുടെ അധികാരത്തിന് മേൽ ഇസ്രായേലും അമേരിക്കയും കടന്നാക്രമണം നടത്തുന്നു എന്ന വാദമൊക്കെ ഉയർത്തിയിരുന്നെങ്കിലും ഇപ്പോഴത്തെ ഇറാൻ്റെ നിലപാട് അത് പ്രകോപനപരമാണ്. ഇങ്ങനെ ഒരു സമാധാന കരാർ നിലനിൽക്കുമ്പോൾ, 60 ദിവസത്തെ ചർച്ചയ്ക്ക് സമയം വെച്ചിരിക്കുമ്പോൾ അതിനൊന്നും തന്നെ തയ്യാറാകാതെ ആക്രമണത്തിലേക്ക് പോകുന്ന നിലയിലേക്ക് ഇറാൻ മാറുന്നു. എണ്ണക്കപ്പലുകൾ, 2 കപ്പലുകളെ ആക്രമിക്കുന്ന സാഹചര്യം. അമേരിക്ക അവിടേക്ക് തിരിച്ചടിക്കുന്നു. തുടർന്ന് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ബഹ്റൈനിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു. ഇനിയുള്ള മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. മധ്യസ്ഥ രാഷ്ട്രങ്ങൾ വീണ്ടും ഇടപെടുന്നുണ്ട്. സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി ചർച്ചകൾ തുടരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ എത്ര കണ്ട് ഫലവത്താകും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയുമില്ല. ശരി, വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.